പിന്നെ മോഷണം. നെവിനാണല്ലോ ആസ്ഥാന മോഷമായിട്ട് ബിഗ് ബോസ് സീസൺ 7 പ്രേക്ഷകർ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. എന്താണ് അനുമോളും ആദിലെ അവിടെ കാണിക്കുന്നത്? ആദിൽ അവിടെ ആദിൽ എന്തെല്ലാം സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും സ്റ്റിൽ പാല് മോഷ്ടിച്ചു കുടിക്കുന്നു. നൂറ, ആദില, അനു ഇവരെല്ലാരും ഭക്ഷണം മോഷ്ടിക്കുന്നുണ്ട്. അനു നല്ല മോഷണക്കാരാണ്. വൈരാഗ്യത്തിന്റെ പേരിൽ ജിസേലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഡിക്റ്റേറ്റീവ് കളിച്ച് ജിസേലിന്റെ സകല സാധനങ്ങളും അടിച്ചു മാറ്റി ബിഗ് ബോസിന് മുമ്പിൽ എത്തിക്കാൻ രാത്രികളോളം ഉറക്കം ഉളച്ച് നടന്ന വ്യക്തിയാണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. അവൾ ആരാണ്? ഡിക്റ്റേറ്റീവോ? സിഐഡി മൂസയോ? ഇവള് അവിടെ പിടിക്കാൻ ബിഗ് ബോസ് 71 ക്യാമറ വെച്ചിട്ടുണ്ടെന്നേ. ഇവളെ പകരം 75-ാമത്തെ 73-ാമത്തെ ക്യാമറ ആക്കി അവരോധിച്ചിട്ടില്ല ബിഗ് ബോസ്. എനിക്ക് ആരോടും പേഴ്സണൽ ദേഷ്യമില്ല. ഞാൻ പുറത്തായ ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ കണ്ടസ്റ്റന്റ് ആണ്. അവിടെ നടന്ന പല കളികളും കണ്ടസ്റ്റന്റ്സിന്റെ പല കളികളും അറിയാവുന്നത് കൊണ്ട് തന്നെ പറയുകയാണ്, നെവിനെ ഇങ്ങനെ നിങ്ങൾ ചെളിവാരി എറിയുന്നതിൽ ഒരർത്ഥവും ഇല്ല. അവിടെ നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ. ഞാൻ ഇപ്പോഴും എപ്പോഴും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ അങ്ങനെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കാരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അനുമോളും ആദിലയും നൂറയൊന്നും അത്ര നല്ലവരൊന്നുമല്ല. അവരെ അങ്ങനെ പ്രകീർത്തിക്കാൻ അത്ര നന്മപരങ്ങളൊന്നുമല്ല അവരാരും. ഏറ്റവും ഡേർട്ടി ഗെയിം കളിക്കുന്ന ഗെയിമാണ് പാട്ട ഗേൾസ് എന്നറിയപ്പെടുന്ന വെറും പാട്ടകളായിട്ടുള്ള അനുമോളും ആദിലയും നൂറയും, കൂട്ടത്തിൽ ഷാനവാസും. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടട്ടെ. നമ്മളൊക്കെ ഹ്യൂമൻസ് ആണല്ലോ. അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ വീണ്ടും അഗ്ലി ഗെയിം കളിക്കാനായി അദ്ദേഹം ഗെയിമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നന്ദി.